മാന്യ പ്രേക്ഷകരെ ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. സംഭവം എൻ്റെ ഒരു വീഡിയോയിലെ തമ്പനയിൽ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തതാണ്. എടാ ഇങ്ങനെ സീക്രട്ട് ഏജൻറ്റ് എന്തൊക്കെയോ പറയുന്ന ഒരു വീഡിയോയുടെ താഴെ നിൻ്റെ വീഡിയോയുടെ തമ്പനയിൽ വന്നു. സംഭവം ഞാൻ തമ്പനയിൽ വന്നുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വെള്ളിയാഴ്ച ആകുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ എൻ്റെ തമ്പനയിലൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അപ്പം എനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. സംഭവം വേറൊന്നുമല്ല, ഞാൻ അവൻ്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച്. അപ്പോൾ നമുക്ക് അവൻ്റെ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്? ഒരു റിലീജിയസ് ആസ്പെക്റ്റ് വെച്ച് ഒരുമാതിരി വർഗീയത കലർത്തിയിട്ടുള്ള മാർക്കറ്റിംഗ് അവിടെയും നടന്നിട്ടുണ്ട്. ഞാൻ അത് അന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്ന് മുതൽ ഡൗട്ടാണ് ഈ പേര്, ഇവരീ പറയുന്ന പറഞ്ഞ പേര് ഇൻഡസ്ട്രിക്കകത്ത് തന്നെ പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് എവിടെയും പറയാതിരുന്നതും ആരോടും സംസാരിക്കാതിരുന്നതും എനിക്ക് എവിഡൻസ് ഇല്ലാതെ അവർ പറഞ്ഞു, ഞാനത് കേട്ടു, ഞാൻ മിണ്ടാതിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പം ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും സംശയമുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങളും ഇല്ലെങ്കിൽ പേഴ്സണൽ സാധനങ്ങളും ഈ പറഞ്ഞ എന്നെയോ ഈ വ്യക്തിയെയോ കണക്ട് ചെയ്യുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് പഴയ സാധനങ്ങളും കുത്തിപ്പൊക്കി എനിക്ക് വയ്യ. എടേ സീക്രട്ട് ഏജന്റ്, നീ ആള് കൊള്ളാലടേ. പൊളി തന്നെ. അതായത് വീണടത്ത് ഉരുണ്ട് കളിക്കുന്ന സ്വഭാവമാണ് നീ ഇപ്പോൾ കാണിക്കണത്. എടാ നിനക്ക് വല്ലത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നാടാ? ഒരു സിനിമ കൊള്ളാമെന്ന് ആ സിനിമ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ എല്ലാ ആൾക്കാരും ഒന്നടക്കം പറഞ്ഞു. നീ മാത്രം വായിലൊരു ബണ്ണും കടിച്ചു വെച്ച് കുറേ സോസും വാരി മുഖത്ത് തേച്ചോണ്ട് വന്ന് കാരണത്തിരുന്നും കൊണ്ട് പോക്കരത്തനം കാണിച്ചിട്ട് ഇപ്പോൾ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. അത് വെറും ചെറ്റത്തനമാണ്. നീ പറഞ്ഞ റിലീജിയസ് ഡോഗ്മ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നെന്ന്. ഞാൻ ഒരൊറ്റ കാര്യം നിൻ്റെ അടുത്ത് ചോദിക്കാം. നിനക്ക് ഇൻഡസ്ട്രിയിലുള്ള വലിയ കൊമ്പന്മാരെയൊക്കെ അറിയാമെന്നല്ലേ പറയണം. ഇപ്പോഴത്തെ കാര്യമൊന്നുമില്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇവിടെ അന്നേ റസൂൽ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും, വളരെ ഹിറ്റായി. അന്ന് ഇത് മതപരമായിട്ടൊന്നും ആരും ചർച്ച ചെയ്തു പോലുമില്ല. ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. അന്നും ഇവിടെ മതകലാചാരങ്ങളും വികാരങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കാലങ്ങൾക്കിപ്പുറം വേറൊരു പടം വന്നു, സൂഫിയും സുജാതയും. ഒറ്റ പട്ടികളും കണ്ടിട്ടില്ല, ആരും അതിനെയും ചർച്ച ചെയ്തില്ല. അപ്പം നീ സിനിമയുടെ ഇടയിൽ മതപരമായിട്ടുള്ള ഈ കലക്ക് ഉണ്ടാക്കാൻ നോക്കല്ലേ. എടാ സിനിമയെന്ന് പറഞ്ഞാൽ കലയും കലാവാസനയും കഴിവും കൂടെ ചേർന്നുണ്ടാവണം. കഴിവും കലയൊക്കെ ഉള്ള സിനിമ ആരായാലും അംഗീകരിക്കും. നല്ല പടമാണെന്നെങ്കിൽ ആരായാലും അംഗീകരിക്കും. ഈ പറഞ്ഞ ശൈനികത്തിൻ്റെ ഒരു നല്ല പടം വന്നാൽ എല്ലാവരും അംഗീകരിക്കും. ഈ പറഞ്ഞ നാളെ നീ അഭിനയിച്ചാലും ഈ സീക്രട്ട് ഏജൻറ്റ് നീ അഭിനയിച്ചാലും അത് നല്ല സിനിമയാണെങ്കിൽ അത് അംഗീകരിക്കും. അതെന്തായാലും നടക്കാൻ പോകണില്ല. നിനക്ക് അഭിനയിക്കാനും പറഞ്ഞൂടെ ജീവിക്കാനും പറഞ്ഞൂടെന്ന് മനസ്സിലായി. അപ്പോൾ സ്വന്തമായിട്ട് അപമാനപ്പെട്ടിട്ട് അതിനെ മറ്റുള്ളവരെ തലയിൽ പഴിചാരാൻ നോക്കരുത്. അതൊരിക്കലും നല്ല നല്ല പയ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നീ നല്ല പയ്യനെന്നാണ് വിചാരിച്ചത്. വെറും മോശം. ഇത്രയും മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നെയൊക്കെ പിടിച്ച് ബിഗ് ബോസ് ഇട്ടവരെ വേണം അടിക്കുക. കാര്യം 10 നാട്ടുകാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണതാണ് നല്ല ബുദ്ധി എന്ന് പറയണം. അല്ലെ ഇതുപോലത്തെ കുഴുത്തുരുമ്പുണ്ടാക്കുന്നതല്ല നല്ല ബുദ്ധി. അപ്പോൾ ദയവ് ചെയ്ത് ഒരിക്കലും സിനിമയും മതവുമായിട്ട് കലക്കി ചേർക്കരുത്. അത് തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമുള്ള സിനിമകളാണെങ്കിൽ പണ്ടുണ്ട്. മോഹൻലാലിൻ്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമ പച്ചയായ മതപരിഷ്കാരമാണ് ആ പടത്തിൽ കാണിക്കുന്നത്. വെറും പച്ചയായത്. ആ പടത്തിൻ്റെ തുടക്കം തന്നെ ഒരു കോവിലൊരു അമ്പലത്തിലൊരു കുട്ടി ഒരു തൊപ്പിയും വെച്ച് കയറി ചെന്നതിനെ കൊണ്ടൊരു സീനൊക്കെ കാണിച്ച് വലിയ രീതിയിലെ വർഗീയവാദമായിട്ടാണ് ആ സിനിമ കാണിക്കുന്നത്. അതിലെ ഓരോ കാര്യങ്ങൾ. അപ്പം അതൊന്നും ചർച്ച ചെയ്യാതെ ഇപ്പം ഈ ഒരു മാറ്ററിനെ പിടിച്ചിട്ട് നീ ഇതിൽ നിന്ന് ഊരാൻ നോക്കണ ഈ ഒരു എസ്കേപ്പ് റൈഡെന്ന് പറഞ്ഞ സാധനം ഒട്ടും നടക്കാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് സീക്രട്ട് ഏജൻറ്റ്, നിനക്ക് കിട്ടിയ ഊക്ക് നിൻ്റെ കയ്യിൽ തന്നെ നീ വെച്ചോണ്ടിരുന്നു. ഇനിയും കൂടുതൽ ഊക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാറിനകത്ത് വായും വെച്ച് മിണ്ടാതിരിക്കണം. വലിയ വാത്താളം അടിക്കാൻ പോകരുത്. അത്രേ നീ പറയാനുള്ളൂ. ഓക്കെ, അപ്പം സീക്രട്ട് ഏജൻറ്റിനെ കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീക്രട്ട് ഏജൻറ്റ് എന്നെക്കുറിച്ച് വല്ല പറയാനുണ്ടെങ്കിൽ ഇതുപോലൊരു വീഡിയോ ഇട്ട് പറയണം. സീക്രട്ട് ഏജൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ബൈ.